പതിവ് പോലെ ഒരു ആനയെ തിന്നുള്ള വിശപ്പോട്ടാണ് ഞാൻ ഇന്ന് ഓഫീസിൽ നിന്ന് വന്നത്. അതുകൊണ്ട് തന്നെ ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്ത് നേരെ അടുക്കളയിലേക്ക് ചെന്ന് അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാം ഒരു പ്ലേറ്റിലാക്കി മാക്കാൻ തിന്നു. അപ്പോഴാണ് അമ്മ പറഞ്ഞത്, ആദ്യം നിന്റെ കൂടെ ഷോപ്പിങ്ങിന് പോകണമെന്ന് പറഞ്ഞ് ഇവിടെ കരയുന്നുണ്ടായിരുന്നു എന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് അവന് ഷോപ്പിങ്ങിന് കൊണ്ടുപോകാന്ന് പറഞ്ഞ് പറ്റിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യം വന്നതിന് ശേഷം ഞാനും അവനും കൂടെ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോയി കുറേ അധികം ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങി വീട്ടിലേക്ക് വന്നു. ഇങ്ങനെ കണ്ണാടി കാണുമ്പോൾ മാത്രമാണ് കേട്ടോ എനിക്ക് സ്കിൻ കെയറിനെ കുറിച്ചൊക്കെ ഓർമ്മ വരുന്നത്. ഇന്ന് മുതൽ എല്ലാം ശരിയാക്കണമെന്ന് വിചാരിച്ച് ഒരു ഫേസ് പാക്ക് ഒക്കെ ഇട്ട് ബാക്കി പണി. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ എഴുതി വെച്ചിരുന്ന ഗ്രോസറി ലിസ്റ്റും അടുത്ത ആഴ്ചയിലേക്ക് വേണ്ടിയുള്ള മീൽ പ്ലാനിങ്ങും ഒക്കെ തകൃതിയായി ഗുണിച്ചും ഹരിച്ചും പെട്ടെന്ന് ഓർമ്മ വരാനായി ഫ്രിഡ്ജിന്റെ മുകളിലുള്ള പ്ലാനറിലേക്ക് എഴുതുകയാണ് കേട്ടോ. ഈ അടുത്ത് തുടങ്ങിയിരിക്കുന്ന ഹെയർ കെയറിന്റെ ഭാഗമായിട്ട് എണ്ണയൊക്കെ ഒന്ന് നന്നായി ചൂടാക്കി തലയിൽ ഒരു മസാജൊക്കെ ചെയ്ത് കുളിയും പാസ്സാക്കി വന്നു. വിളക്കൊക്കെ വെച്ചതിന് ശേഷം കുറച്ച് സമയം വെറുതെ ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ആദ്യക്കുട്ടിന് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞ് ബഹളം തുടങ്ങിയത്. പാർക്കിൽ ചെന്നപ്പോൾ അവന് പൂളിച്ചാടണമെന്നായി. അത് കേട്ടപ്പോൾ അബിക്കും സച്ചുവിനും ഒക്കെ പൂളിച്ചാടണം. ഇനിയും കുളിക്കാനുള്ള മടി കാരണം ഞാൻ ഇറങ്ങാൻ നിന്നില്ല, നേരെ അടുക്കളയിലേക്ക് പോന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുമ്പോഴും ആദ്യം അവൻ്റെ അടുത്ത പ്ലാൻ സെറ്റ് ചെയ്യായിരുന്നു കേട്ടോ.